സുജേട്ടാ നമസ്കാരം. നമസ്കാരം. കുറെ നാളായിട്ട് ഓപ്പറേഷൻ സിന്ദൂർ, അമേരിക്ക വഴി തുർക്കി, അതുവഴി സൈപ്രസ്, പിന്നെ നമ്മൾ ഇടയ്ക്ക് റഷ്യയിലോട്ട് പോകും, പിന്നെ യുക്രൈനിൽ ബോംബിട്ടിട്ട് വീണ്ടും തിരിച്ച് ഇന്ത്യയിലോട്ട് വരും. ഇന്ത്യയിൽ എന്തെങ്കിലും വിഷയം നടക്കുന്നു നോക്കും, ഇവിടെ ഒരു വിഷയമില്ല. പിന്നെ ഇടയ്ക്ക് ചൈനയിലോട്ട് പോകും, പിന്നെ നാട്ടുകാരും അറിയാത്ത കുർദ് മേഖലകളിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിക്കും. ഒടുവിൽ നമ്മൾ ഇന്ന് വീണ്ടും സൗത്ത് ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുകയാണ്. തമിഴ്നാടാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. തമിഴ്നാട്ടിൽ അണ്ണാമലൈ അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം തമിഴ്നാട്ടിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. ഞാൻ പ്രത്യക്ഷത്തിൽ ഒന്നും കാണുന്നില്ല. അണ്ണാമലൈ അവിടെ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് BJP അധ്യക്ഷ സ്ഥാനം അണ്ണാമലയിൽ നിന്ന് മാറി നിൽക്കൂ എന്ന് പറഞ്ഞു. അത് പണിഷ്മെന്റ് ഒന്നുമല്ല. അമിത്ഷാ കൃത്യമായിട്ട് 2 മണിക്കൂർ അണ്ണാമലയുമായിട്ട് സംസാരിച്ച് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ പരമായിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം അണ്ണാമലയോട് ബോധ്യപ്പെടുത്തി അണ്ണാമലയുടെ ആ ഒരു കൾച്ചറൽ ആയിട്ടുള്ള പൊളിറ്റിക്സ് അത് നമുക്ക് കൊണ്ടുവരാം. പക്ഷെ അതിന് കുറച്ച് സമയം എടുക്കും. പക്ഷെ ആ സമയം നമുക്കിപ്പോ ഇല്ല. നമ്മുടെ രാജ്യത്ത് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഈ പാർട്ടിക്ക് ചെയ്യാനുണ്ട്. അതിന് ഇനി സൗത്ത് ഇന്ത്യയിൽ വേരോട്ടം ഉണ്ടാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് ഇത്തവണ നമുക്ക് ADMKയുമായിട്ട് നമുക്കൊരു സഖ്യമുണ്ടാക്കാം. മോന്റെ ഇതൊക്കെ കൊള്ളാം, അതൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് മാറ്റി നിർത്തി. എങ്കിലും അണ്ണാമലയ്ക്ക് അവിടെ ഫാൻ ബേസ് ഉണ്ട്. അമിത്ഷാ പോലും ഞെട്ടിപ്പോയി. അമിത്ഷാ ഇപ്പൊ വന്ന് മധുരയിൽ വന്ന് പ്രസംഗിച്ചപ്പോൾ അണ്ണാമലയുടെ പേര് പറഞ്ഞപ്പോൾ അമിത്ഷാ ഞെട്ടിപ്പോയി. അമിത്ഷായ്ക്ക് പിന്നെ ഒരു 10 മിനിറ്റ് നേരത്തേക്ക് പ്രസംഗം നിർത്തി വെക്കേണ്ടി വന്നു. കാരണം ജനങ്ങൾ ഈ വിളി നിർത്തുന്നില്ല. അവസാനം അണ്ണാമല എഴുന്നേറ്റ് നിന്നിട്ട് മര്യാദ ഗിരിയടേ എന്ന് പറഞ്ഞപ്പോഴാണ് അവരെല്ലാവരും കൂടെ സ്വസ്ഥമായിട്ട് ഇരുന്നത്. അതിന്റെ ദേഷ്യമാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അണ്ണാമലയെ അമിത്ഷാ താക്കീത് ചെയ്തിട്ടുണ്ട്. താക്കീത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ADMK BJP സഖ്യത്തിനകത്ത് ഒരു ആഭ്യന്തരമായിട്ടുള്ള ഒരു ക്ലാഷ് നടക്കുന്നുണ്ട്. ADMKക്കെതിരെ നടക്കുന്ന ഏതൊരു നീക്കവും BJPക്കെതിരെ നടക്കുന്ന നീക്കങ്ങളായിട്ട് ഞങ്ങൾ കണക്കാക്കും എന്നാണ് അമിത്ഷാ താക്കീത് ചെയ്തത്. ആ താക്കീത് ചെയ്ത കൂട്ടത്തിൽ അണ്ണാമലയുണ്ട് എന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. ഈ BJP നേതാക്കള് 30 മിനിറ്റ് BJPയുടെ ഏറ്റവും ടോപ്പിലുള്ള നേതാക്കളെല്ലാം കൂടെ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പിന്നെ അവിടെയുള്ള സഖ്യം ADMK സഖ്യം, പിന്നെ BJP അതിന്റെ നേതാക്കള് ഞൈനാ രാജേന്ദ്രൻ, അങ്ങനെയുള്ള ആൾക്കാരെല്ലാം കൂടെ ഒരുമിച്ചിരുന്ന സംസ്ഥാന പ്രസിഡന്റ് ഇപ്പൊ അദ്ദേഹമാണല്ലോ അണ്ണാമലെ. ഇവരെല്ലാവരും അമിത്ഷാ താൻ താമസിച്ചിരുന്ന RJD അല്ല GRD ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തിയിട്ടാണ് ഒന്ന് താക്കീത് ചെയ്തു. അത് കഴിഞ്ഞൊന്ന് തലോടി ഒരു 30 മിനിറ്റ് നേരം. പിന്നെ അണ്ണാമലയെ വിളിച്ച് ഒറ്റയ്ക്കിരുത്തി സംസാരിച്ചു. എന്നിട്ടൊക്കെയാണ് പറഞ്ഞു വിട്ടത് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. താക്കീതിലുള്ളത് ADMK BJP സഖ്യത്തിനെതിരെയുള്ള ആഭ്യന്തര എതിർപ്പാണ്. ഈ ആഭ്യന്തര എതിർപ്പ് വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല എന്നാണ് കൃത്യമായിട്ട് പറഞ്ഞത്. ഇപ്പോ അണ്ണാമല പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സംഘടനാത്മകമായിട്ടുള്ള ചലനാത്മകത ഇല്ലായ്മ. അതാണ് അണ്ണാമല പറയുന്നത്. ഇപ്പോ പാർട്ടി ചലിക്കുന്നില്ല എന്നാണ് അണ്ണാമല പറയുന്നത്. ചലിക്കുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, ADMK നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ, അതുകൊണ്ട് ADMK നമുക്കുമായിട്ട് സെറ്റപ്പായിട്ട് പോവാം എന്ന് പറഞ്ഞിട്ടാണ്. ഇതാണ് ഈ ADMK BJPയുടെ ഒരു ലൈൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് DMKയിലോട്ട് വരാം. DMKയിലോട്ട് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് സ്റ്റാലിനെ അവിടെ തള്ളക്കി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് നാട്ടുകാരെന്ന് പറയുന്നത്. അതിഭീകരമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം. അപ്പൊ ഇതിലാണ് BJPക്കും ADMKക്കും പ്രതീക്ഷ എന്ന് പറയുന്നത്. അതിഭയങ്കരമായിട്ട് സ്റ്റാലിനെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കാരണം ഈ സ്വജനപക്ഷപാതം അതിഭീകരമാണെന്ന് പറയുന്നു, അഴിമതിയുണ്ട് എന്ന് പറയുന്നു. ഈ മകനെ അടുത്ത മുഖ്യമന്ത്രിയാക്കാനുള്ള സ്റ്റാലിന്റെ നീക്കമാണ് ഏറ്റവും അധികം അവിടെ വിമർശിക്കപ്പെടുന്നത്. ഏറ്റവും അധികം എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം വിമർശിക്കപ്പെടുന്നത്. അപ്പോ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതാണ് ഏറ്റവും വലിയ രാഷ്ട്രീയ ആയുധം ഇവരുടെ. അണ്ണാമലൈ അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം ഇവര് രക്ഷപ്പെട്ടു. മറ്റേ DMKയുടെ മന്ത്രി പറഞ്ഞതുപോലെ ഇവൻ തിരിച്ച് മറ്റേ UK തന്നെ ഇരിക്കുന്നതായിരുന്നു നല്ലത്. തിരിച്ചു വന്ന ശേഷം തുടങ്ങിയെന്ന് പറയും പോലെ ഇപ്പൊ അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല. ഇപ്പൊ ഈ ഉദയനിധി സ്റ്റാലിനെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്തണം. നമ്മുടെ കേരളത്തിലെ നമ്മുടെ പിണറായി വിജയൻ എങ്ങനെയെങ്കിലും മുഖ്യമന്ത്രിയുടെ പേരിന്റെ ലിസ്റ്റിൽ റിയാസിനെ ചേർക്കണമെന്ന് പറയുന്നത് പോലെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്തണം എന്നുള്ള രീതിയിൽ. പക്ഷെ പല ആൾക്കാരും പറയുന്നത് ഇല്ല, സ്റ്റാലിന് ഇപ്പൊ സുഖമില്ല, സ്റ്റാലിന്റെ കാലം കഴിഞ്ഞാൽ ഇയാൾക്ക് വലിയ ഹോൾഡ് ഒന്നും കാണില്ല, ഇയാളെയൊക്കെ കിണ്ടി കളയാം എന്നാണ് പലരും വിചാരിക്കുന്നത്. പിന്നെ DMK ചിലപ്പോൾ പിളർന്നേക്കും എന്നും പറയുന്നുണ്ട്, അറിയില്ല. ഇനി ഇതെല്ലാം കണ്ടുകൊണ്ട് എന്തെങ്കിലും ഒരു നീക്കം നടത്താൻ സാധിക്കുമോ എന്നുള്ളൊരു പ്രതീക്ഷയിൽ സിനിമയെല്ലാം ഉപേക്ഷിച്ച് വിജയ് എന്ന് പറയുന്ന ഒരു നടൻ അവിടെ TVK എന്ന് പറയുന്ന ഒരു പാർട്ടി രൂപീകരിച്ചില് സൈഡില് കണ്ണും നട്ടിരിപ്പുണ്ട്. വിജയുടെ കാര്യം പറയുകയാണെങ്കിൽ ഭയങ്കര രസമാണ്. ഇന്നലെ വരെ അണ്ണാ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന ആരാധകര് ഇന്ന് അണ്ണ എന്നുള്ള
അക്ഷരം ഒന്ന് മാറ്റിയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇൻസ്റ്റാഗ്രാം ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് രാഷ്ട്രീയമാണല്ലോ. രാഷ്ട്രീയം എന്ന് പറഞ്ഞ സിനിമ പോലെയല്ല. രജനീകാന്ത് വരെ പേടിച്ച് തിരിഞ്ഞോടിയതാണ്. കാരണം ഒന്ന് കാലെടുത്ത് വെച്ചില്ല, അതിനു മുമ്പേ രജനീകാന്ത് പേടിച്ച് തിരിച്ചോടി. പിന്നെ പുള്ളിയുടെ ആരോഗ്യം ഒരു പ്രശ്നമാണ്. അതിൽ ചാരി പുള്ളി ഓടി. കോവിഡ് ഒക്കെയാണ് നண்பர்களே, അതുകൊണ്ട് അണ്ണന് കോവിഡ് ഒക്കെ ബാധിച്ചാൽ അണ്ണൻ തട്ടിപ്പോകും എന്ന് പറഞ്ഞ് അത് തിരിച്ചുപോയി. ഇപ്പൊ വിജയ് അവിടെ വന്നതിന് ശേഷം ആ ഒരു രാഷ്ട്രീയത്തിന്റെ ചൂട് അറിയുന്നുണ്ട്. പ്രധാനമായിട്ടും വിജയ് വന്നപ്പോ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ പാലിക്കാൻ സാധിച്ചില്ല എന്നൊരു ആരോപണം ഇപ്പൊ തന്നെ അതിഭീകരമായിട്ടുണ്ട്. വിജയ് വന്നപ്പോ പറഞ്ഞിരുന്നത് എന്റെ ഈ പാർട്ടിയിൽ, അതായത് തമിഴ്നാട്ടിൽ ഒരു കൊച്ചു കെ സുരേന്ദ്രനായി വിജയ് മാറുകയാണോ എന്നാണ് തമിഴ്നാട്ടിൽ ആൾക്കാർ ചോദിക്കുന്നത്. കാരണം വരുമ്പോ വലിയ വാഗ്ദാനങ്ങളാ, പെട്രോളിന് 50 രൂപയാക്കും, പിന്നെ മറ്റത് ഉണ്ടാക്കും, മറിച്ചത് ഉണ്ടാക്കും എന്ന് പറഞ്ഞു. അതുപോലെ വിജയ് പറഞ്ഞത് ഇപ്പൊ IAS കാരും IPS കാരും എന്റെ പാർട്ടിയിലേക്ക് ഒഴുകി വരും, DMK-യിൽ നിന്നും ADMK-യിൽ നിന്നും ഒക്കെയുള്ള MLA-മാർ എന്റെ പാർട്ടിയിലേക്ക് ഒഴുകി. ഒന്നും നടന്നില്ല. അപ്പൊ കഴിഞ്ഞ ദിവസം ഒന്നും നടക്കാത്തത് കൊണ്ട് തന്നെ കുറച്ച് MLA-മാരെ വിജയ് പിടിച്ച് പാർട്ടിയിലേക്ക് ചേർത്ത് മുഖം രക്ഷിക്കുകയായിരുന്നു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വിജയ്ക്ക് TVK-യിൽ ചേർന്ന ഒരു IRS ഉദ്യോഗസ്ഥൻ നയരൂപീകരണ പ്രചാരക ജനറൽ സെക്രട്ടറി ആയിട്ട് അയാളെ നിയമിച്ചിട്ടുണ്ട് വിജയ് എന്നുള്ള റിപ്പോർട്ട് വരുന്നത്. അതും വിരമിച്ച ഒരാളാണ് നയരൂപീകരണ ടീമായിട്ട് രൂപീകരിച്ചത്. പിന്നെ മുൻ ADMK MLA R രാജലക്ഷ്മി, മുൻ DMK MLA S ഡേവിഡ് സെൽവൻ, ദ്രാവിഡ മുർപോക്ക് മക്കൾ കച്ചി സ്ഥാപകയും മുൻ AIADMK MLA-മായിട്ടുള്ള A ശ്രീധരൻ, അങ്ങനെ ഒരുപാട് വിരമിച്ച വീട്ടിലിരിക്കുന്ന കളവുമാരെയൊക്കെ പിടിച്ച് പാർട്ടിക്കകത്ത് ചേർത്തിട്ടുണ്ട് വിജയ്. അങ്ങനെ വിജയ് പറഞ്ഞു, കണ്ടോ എന്റെ ആള് വരുമെന്ന് പറഞ്ഞ് അത് ആള് വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് മുഖം രക്ഷിച്ചു. അങ്ങനെ തമിഴ്നാട് രാഷ്ട്രീയം മൊത്തത്തിൽ കലങ്ങി മറിയുകയാണ്. ഈ 3 പേരിൽ വിജയെ ഞാൻ കൂട്ടുന്നില്ല, എങ്കിലും വരട്ടെ പോട്ടെ, ജനാധിപത്യം ഉണ്ടല്ലോ. ഈ 3 പേരിൽ ആർക്കാണ് തമിഴ്നാട്ടിൽ ഇപ്പോ ഒരു പടി മുന്നിൽ നിൽക്കുന്നത് എന്ന് ചേട്ടന് തോന്നുന്നത്? ഈ ദ്രാവിഡ മണ്ണ് ഇത്തവണ ആ ദ്രാവിഡ മണ്ണിനെ ഒന്ന് നേർപ്പിക്കാനായിട്ട് BJP AIADMK സഖ്യത്തിന് സാധിക്കുമോ? കാരണം 18% വോട്ട് വിഹിതമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇവർക്ക് കിട്ടിയിരിക്കുന്നത്. സ്റ്റാലിന്റെ ഗതി എന്താവും, വിജയുടെ ഗതി എന്താവും? വിജയെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത്, ഇവിടെയുള്ള വിജയുടെ ഫാൻസ് എല്ലാം പറയുന്നത് അണ്ണൻ 2026 ഇലക്ഷൻ അല്ല അണ്ണൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അണ്ണന്റെ കോൺസെൻട്രേഷൻ ഈ ഇലക്ഷനും കഴിഞ്ഞ് അടുത്ത ഇലക്ഷൻ ആണെന്നാണ് അവർ പറയുന്നത്. അവരിപ്പോ അത് പറഞ്ഞാണ് മുഖം രക്ഷിക്കുന്നത്. അതുകൊണ്ട് എന്താണ് തമിഴ്നാട്ടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ? തൽക്കാലം നമുക്ക് വിജയ് അങ്ങോട്ട് സൈഡോട്ട് മാറ്റി നിർത്താം. ആ വിജയിലേക്ക് വരാം. നമുക്ക് മെയിൻ കളിക്കാരെ കുറിച്ച് നമുക്ക് പറയാം. എന്തായാലും അവിടെ ഈ ധനുഷ് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, പ്രധാനപ്പെട്ട പോയിന്റാ. ഈ തമിഴ്നാട്ടിലെ ഈ ദ്രാവിഡ പൊളിറ്റിക്സ് നേർപ്പിക്കാൻ BJP AIADMK സഖ്യത്തിനാകുമോ എന്നൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ചോദ്യമാണ്. കാരണം ഈ നമ്മുടെ ഇന്ത്യൻ പൊളിറ്റിക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മറ്റെല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരു പൊളിറ്റിക്സ് ആണ് എക്കാലവും തമിഴ്നാടിനുണ്ടായിരുന്നത്. തമിഴ്നാട്ടിൽ ഒരു സെപ്പറേറ്റ് പൊളിറ്റിക്സ് ആണ്, അതായത് ഒരു ദ്രാവിഡ പൊളിറ്റിക്സ്. എനിക്ക് തോന്നുന്നത് കോൺഗ്രസിന് പോലും കാമരാജിന്റെ ഒക്കെ നേതൃത്വത്തിൽ വന്നിരുന്നെങ്കിൽ പോലും കോൺഗ്രസിന്റെ പോലും അവിടെ കടന്നു കയറിയിട്ട് അവിടെ ഒരു വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഒരു ദേശീയ പാർട്ടിയായിരുന്നു. അപ്പൊ ദേശീയ പാർട്ടികളെ അവിടെ അടുപ്പിക്കാതെ പ്രാദേശികമായ വികാരങ്ങൾ, അതങ്ങനെ എടുത്തു പറയണം, വികാരങ്ങൾ എന്ന് തന്നെ നമ്മൾ പറയണം. പ്രാദേശികമായ വികാരങ്ങളെ കത്തിച്ചുകൊണ്ടാണ് അവിടുത്തെ ദ്രാവിഡ പൊളിറ്റിക്സുകൾ മുമ്പോട്ട് പോകും. ആദ്യകാലത്ത് DMK അടക്കമുള്ളവർ വളർന്നു വന്നത് ഈ ഹിന്ദു വിരുദ്ധ ബ്രാഹ്മണ വിരുദ്ധ ആ ഒരു പ്രക്ഷോഭങ്ങളിലൂടെയായിരുന്നു. പിന്നീട് അതിന്റെ ഒരു രീതി മാറി. ഇപ്പൊ വൈക്കോയെ പോലുള്ളവർ കടന്നു വരുന്നത് ശ്രീലങ്കയിലെ ഈ തമിഴ് ഈഴം LTTയുമായിട്ടുള്ള ആ ഒരു ക്ലാഷ്, LTTക്ക് തുറന്ന പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇപ്പോഴും ഉണ്ട്. വിടുതലെ തിരിച്ച് എന്ന് പറഞ്ഞിട്ടൊരു സംഘടനയുണ്ട്. അപ്പം ആ സംഘടനയ്ക്ക് MP ഒക്കെ ഉള്ളതാണ്, MP ഉണ്ട്, MLA ഒക്കെ ഉള്ള സംഘടനയാണ്. അവരൊക്കെ പബ്ലിക്കായിട്ട് തന്നെ LTT പിന്തുണയ്ക്കുന്ന സംഘടനകളാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു പൊളിറ്റിക്സ് ആണ് അവിടെ കൂടുതൽ കടന്നു വരുന്നത്. അതായത് ജാതീയപരമായ അപ്പുറത്തേക്ക് പക്ക ദ്രാവിഡ പൊളിറ്റിക്സ് ആണ്. പക്ഷെ ആ പൊളിറ്റിക്സിന് ഒരു മാറ്റം വന്നു തുടങ്ങുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനാണ്. ആ സമയത്ത് അവിടെ BJP ഒരു 4 സീറ്റ് നേടുകയുണ്ടായി. അതായത് അവരൊറ്റയ്ക്ക് നിന്നിട്ടാണ് 4 സീറ്റ് നേടിയത്, അല്ല AIADMKയുടെ തണലിലല്ല അവര്. അവരുടെ ഭാരതി ശ്രീനിവാസൻ ജയിച്ചു. ഒപ്പം തന്നെ അവരുടെ ഇപ്പോഴിരിക്കുന്ന സംസ്ഥാന അധ്യക്ഷൻ, അദ്ദേഹം മുൻ AIADMK മന്ത്രിയൊക്കെ ആയിരുന്നു, അദ്ദേഹം ജയിച്ചു. അങ്ങനെ അവർക്കൊരു 4 സീറ്റ് കിട്ടി. മറ്റു പല സീറ്റുകളിലും മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. അവർക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞൊരു സ്ഥലം കൊങ്കനാട് മേഖലയായിരുന്നു. അത് തന്നെയാണ് AIADMKയുടെ തട്ടകം. അത് കഴിഞ്ഞ് മുമ്പോട്ട് പിന്നെയും പോകുമ്പോഴേക്കുമാണ് ഈ അണ്ണാമല അവിടെ ഒരു BJPയുടെ ഒരു വലിയ മുഖമായിട്ട് അണ്ണാമല മാറുന്നത്. എനിക്ക് തോന്നുന്നു BJPക്ക് നാളിതുവരെ തമിഴ്നാടിനെ സംബന്ധിച്ചൊരു മുഖമില്ലായിരുന്നു. അവരാദ്യം ഒരു മുഖമായി ഉയർത്തിക്കൊണ്ട് വരുന്നത് L മുരുകനെയാണ്. അപ്പൊ അതിനു മുമ്പ് H രാജ ഉണ്ടായിരുന്നു, പലരും ഉണ്ടായിരുന്നു, ആർക്കും ക്ലച്ച് പിടിക്കാൻ പറ്റിയില്ല അവിടെ.
പലരും എ ഡി എം കെയുടെ ഒക്കെ തണലിൽ നിന്ന് ജയിക്കും. സി പി രാധാകൃഷ്ണനൊക്കെ കോയമ്പത്തൂർ എ ഡി എം കെയുടെ ബാക്കപ്പിൽ ജയിച്ചിട്ടുണ്ട്, ഡി എം കെയുടെ ബാക്കപ്പ് ജയിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നിന്ന് വെക്കുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എൽ മുരുകൻ വന്നതോടുകൂടിയാണ് ഇതിനൊരു ചേഞ്ച് വരികയും പിന്നോക്കക്കാർക്കിടയിൽ, പ്രത്യേകിച്ച് SC ST വിഭാഗത്തിനിടയിൽ മുരുകൻ ഒരു വലിയ ഹോൾഡ് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. പിന്നെ അതിനുശേഷം മുരുകൻ ചെയ്ത മറ്റൊരു കാര്യം, ഹിന്ദുത്വവുമായിട്ട് ഈ പറയുന്ന ജാതീയ ദ്രാവിഡ പൊളിറ്റിക്സിനെ കൂട്ടിക്കെട്ടി. അതിന് അദ്ദേഹം ഉപയോഗിച്ച ഒന്ന് മുരുകന്റെ വേലായിരുന്നു. എന്താണ് വീരവേൽ എന്ന് പറഞ്ഞിട്ട് വീരവേൽ എന്ന് പറഞ്ഞിട്ട് യാത്ര തന്നെ അദ്ദേഹം ആരംഭിക്കുകയും അത് ഒരു BJP മുൻപോട്ട് വെക്കുന്ന ഹിന്ദുത്വ അജണ്ടയും പൊളിറ്റിക്സും ഒപ്പം തന്നെ ദ്രാവിഡ പൊളിറ്റിക്സുമായി കൂട്ടിക്കെട്ടിയതിന്റെ നടുക്ക് നിർത്തി, മുരുകനെ നടുക്ക് നിർത്തിക്കൊണ്ടാണ് മുൻപോട്ട് പോയത്. നമുക്കറിയാം BJPയുടെ പൊളിറ്റിക്സ് അവർ എല്ലാ സംസ്ഥാനങ്ങളിലും അവർക്കൊരു ഹൈലൈറ്റ് ചെയ്തൊരു ദൈവം ഉണ്ടാകും. അതവര് കൃത്യമായി തന്നെ വെസ്റ്റ് ബംഗാളിലേക്ക് വരുമ്പോൾ അവിടെ ദേവി ഭക്തരാണ്, ജയ് മാതാ ജയ് കാളിയാണ് അവിടുത്തെ മുദ്രാവാക്യം. അവിടത്തേക്ക് അവർ കഴിഞ്ഞ തവണ കടന്നു വന്നപ്പോഴേക്കും ജയ് കാളി ജയ് ശ്രീരാം എന്ന മുദ്രാവാക്യമാണ് അവർ ഉയർത്തിയത്. നമ്മൾ കണ്ടതാണ്. ആ ജയ് ശ്രീരാം കേൾക്കുമ്പോൾ മമത ഭയങ്കരമായിട്ട് വിരൽ പിടിക്കുന്നതും പ്രശ്നമാകുന്നത്. കാരണം മമതയ്ക്ക് നന്നായിട്ട് അറിയാം അതിന്റെ പൊളിറ്റിക്സ്. ആ രണ്ടെണ്ണത്തിനും കൂടെ കൂട്ടിക്കെട്ടിക്കൊണ്ട് BJPയുടെയും ആ പ്രാദേശികമായുള്ള പൊളിറ്റിക്സിനെയും വന്നു. കേരളത്തില് ശ്രീ PS ശ്രീധരൻപിള്ള പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ കേരളത്തിന് കൊടുത്തൊരു മുദ്രാവാക്യം സാമൂഹിക ശരണമയ്യപ്പ. എനിക്ക് തോന്നുന്നു ആ തെരഞ്ഞെടുപ്പ് കാലത്ത് ആ ഒരു ഇത് വിളിച്ച ഒരേ ഒരു നേതാവ് ശ്രീ സുരേഷ് ഗോപി മാത്രമാണ്. അദ്ദേഹത്തിനെതിരെ കേസ് കണ്ടൊക്കെ വന്നതാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം മാത്രമേ പറഞ്ഞു, വേറെ ആരും അത് പറഞ്ഞിട്ടില്ല. അപ്പൊ എല്ലായിടത്തും ഇവർ ഹൈലൈറ്റ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ്. കർണാടകത്തിലേക്ക് വരുമ്പോൾ ഇവർ അവിടുത്തെ പല സെപ്പറേറ്റ് ആയിട്ടുള്ള ആൾദൈവങ്ങളുണ്ട്. ആൾദൈവങ്ങൾ എന്ന് വെച്ചാൽ അവരിപ്പോഴില്ല, അവരവിടുത്തെ ഒരു പ്രധാന ബിംബങ്ങളായിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പോരാടുകയും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുകയും ഒക്കെ ചെയ്തു. പിന്നെ അവരെ ആരാധിക്കുന്ന ബിംബങ്ങളായിട്ട് മാറിയിട്ട് അവരെയാണ്. ആന്ധ്രയിലും ഇവർ ഇതേ കാര്യം തന്നെയാണ്. നേരെ മറിച്ച് ഇവിടെ ഈ മഹാരാഷ്ട്രയിലേക്ക് അവർ വരുമ്പോഴത്തേനും ഇവർക്ക് പിടിക്കേണ്ട ആളാരാണ്? ഛത്രപതി ശിവാജി മഹാരാജാവാണ്. അത് ശിവസേനക്കാരെ അവിടെ കുത്തകയാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടത്തേക്ക് അത് പതുക്കെ 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 കടന്നു കയറി അദ്ദേഹത്തിന്റെ പേരിൽ പ്രതിമ പണിയുന്നു, പാലം പണിയുന്നു, കടന്നു കയറുന്നു. ഇപ്പം പിന്നെ ശിവസേന തന്നെ വെട്ടി പീസാക്കി. ഏതാണ്ട് ഇപ്പൊ ശിവജി മഹാരാജാവിന്റെ കാര്യത്തിലേക്ക് ഒരു തീരുമാനമായി. അതും ഇപ്പൊ BJPയുടെ കയ്യിലേക്ക് വന്നു. ഇത് എല്ലായിടത്തും ഇവർ ചെയ്യുന്നതാണ്. അപ്പോ ഇപ്പൊ മധ്യപ്രദേശില് റാണി ആ പേര് ഞാൻ വിട്ടുപോയി. അതാണ് ഇപ്പൊ പുതിയ ക്യാമ്പയിൻ തുടങ്ങിയത്. 300 വർഷം മുമ്പ് ബ്രിട്ടീഷുകാരോടും മറ്റുമൊക്കെ പടപൊരുതി ഒരു റാണിയെ ആണ് ഇപ്പൊ അവിടെ ഉയർത്തിക്കൊണ്ടത്. അങ്ങനെ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. അപ്പൊ മുരുകൻ ഇവിടെ ഒരു ഇതുവരെ തമിഴ്നാടിന്റെ സംബന്ധിച്ച് അവർ ജാതീയപരമായിട്ടോ മതപരമായിട്ടോ അല്ല ദ്രാവിഡ പൊളിറ്റിക്സോ ഒക്കെ ഉള്ളപ്പോഴും അവരെ സംബന്ധിച്ച് മുരുകൻ എന്ന് പറയുന്നത് ഒന്നും ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. അതായത് പക്ക ദ്രാവിഡ ദൈവം എന്ന് തന്നെ പറയേണ്ടി വരും. അവർക്ക് അതിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. അതാരുമായിക്കട്ടെ, മുന്നോക്കക്കാരനായിട്ട് പിന്നോക്കക്കാരനായിട്ട്, DMK ആയിട്ട് ADMK കാരനായിട്ട്. ഇതിനെ ശരിക്കും പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇറക്കിയത് BJP ആണ്, എൽ മുരുകനാണ്. അതോടുകൂടി തന്നെയാണ് അവിടെ ഒരു ഇളക്കം തട്ടുന്നതും. ആ എൽ മുരുകൻ ഉഴുതുമറിച്ചിട്ട മണ്ണിലേക്കാണ് ശ്രീ അണ്ണാമലയെ കൊണ്ടുവന്ന് ഇറക്കുന്നത്. അണ്ണാമല ഇറക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ടായത്. കാരണം അണ്ണാമലയ്ക്ക് അഴിമതിയോ തൊട്ടു നിന്നിട്ടില്ല, സ്വജനപക്ഷപാതമില്ല. അങ്ങനെ ഒരു ഒറ്റയാൻ ചെറുപ്പക്കാരൻ അദ്ദേഹത്തിനെ ഏൽപ്പിച്ച ദൗത്യം വളരെ ഭംഗിയായി തന്നെ നിർവഹിക്കുകയും ചെയ്തു. പിന്നീട് വന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴേക്കും BJPക്ക് തനിച്ച് 18% വോട്ട് പല മണ്ഡലങ്ങളും നേടാൻ കഴിഞ്ഞു. ചിലയിടത്തൊക്കെ അവർ 2ാം സ്ഥാനത്തേക്ക് എത്തി. ADMKയ്ക്ക് വലിയ രീതിയിൽ വോട്ട് പിടിക്കാനും കഴിഞ്ഞു. പക്ഷെ ആ വോട്ടിന്റെ ഒരു പെർസെന്റേജ് നമ്മൾ നോക്കുമ്പോൾ ഈ DMKയുടെ ശക്തി കേന്ദ്രങ്ങളായ ഈ ചെന്നൈയിൽ പോലും ഈ 2 കൂട്ടരുടെയും കൂടെ വോട്ട് കൂട്ടാമെങ്കിൽ അവിടെ DMK തോറ്റുപോകും. അവിടെയാണ് ഈ ഒരു ആശയം മുമ്പോട്ട് വരുന്നത്. എടാ, നമ്മൾ ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇവരെ തോൽപ്പിക്കാൻ പറ്റും. നമ്മൾ 2ആയിട്ട് നിന്നിട്ട് പോലും നമ്മുടെ 2 കൂട്ടരുടെയും കൂടെ വോട്ട് കൂട്ടി നോക്കുമ്പോൾ സ്വാഭാവികമായി DMKയുടെ കോട്ടകളിൽ പോലും അവർ പരാജയപ്പെടുന്നുണ്ട് എന്ന ഒരു ചിന്താഗതിയിൽ നിന്നാണ് വീണ്ടും ഈ ഒരു ഇതിലേക്ക് പോകുന്നത്. ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം DMK സംബന്ധിച്ച് പറഞ്ഞാൽ അവർക്ക് സ്റ്റാലിനുണ്ട്, അവരുടെ ഒരു നല്ല ലീഡർ ഉണ്ട് മുമ്പോട്ട്. പക്ഷെ ADMK സംബന്ധിച്ച് പറഞ്ഞാൽ അവർക്ക് അങ്ങനെ എടുത്ത് കാണിക്കാൻ പറ്റുന്ന ലീഡറില്ല. ജയലളിത പോയതിനു ശേഷം അവർക്ക് അങ്ങനെ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്ന ലീഡറില്ല. ഇവിടേക്കുള്ള ഒരു ഗ്യാപ്പാണ് ഇപ്പോൾ അമിത്ഷായും മോദിയും കൂടെ നികത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ അണ്ണാമലയാണല്ലോ അവിടുത്തെ ഈ ഒരു കരുത്തിലേക്ക് ഇപ്പൊ ഈ പാർട്ടിയെ വളർത്തിക്കൊണ്ടുവന്നത്. അപ്പൊ അണ്ണാമല തുടക്കം മുതലേ തന്നെ ഇതിനകത്തൊരു പ്രശ്നം എന്ന് വെച്ചാൽ അണ്ണാമലയ്ക്ക് കണ്ണുകയറി കണ്ടുകൂടാത്തതാണ് ഇവര് ഈ ADMKയുടേത്. കാരണം അത്യാവശ്യം അഴിമതിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുമ്പോട്ട് പോകുന്നവർ തന്നെയാണ്. അപ്പൊ അതിനെ അങ്ങോട്ട് അംഗീകരിച്ചു കൊടുക്കാൻ അണ്ണാമലയ്ക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ പ്രായോഗിക പൊളിറ്റിക്സിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായി തന്നെ മാറി നിന്നേ പറ്റൂ. ഇതിനിടെ ശ്രദ്ധേയമായ ഒരു നീക്കവും BJP നടത്തി. ഇദ്ദേഹത്തെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ഒരു പഠനത്തിന് വേണ്ടി 3 മാസത്തേക്ക് BJP ലീവ് കൊടുത്ത് വിടുകയും ചെയ്തു. BJP കണക്കുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി സാധാരണഗതിയിൽ അവരുടെ നേതാക്കന്മാരെ ഇങ്ങനെ പഠനത്തിന് മറ്റും അയക്കാറുണ്ട്. മുമ്പ് ശ്രീ ജോർജ് കുര്യൻ അങ്ങനെ പറഞ്ഞതായിട്ട് ഞാൻ എവിടെയോ വായിച്ചിരുന്നു. അദ്ദേഹത്തെ പഠിക്കാനായിട്ട് യൂറോപ്പിൽ ഏതോ ഒരു കൺട്രീസിൽ
പൊളിറ്റിക്കൽ ഉം, ഉം, ഉം. കാര്യങ്ങൾ പഠിക്കാൻ, ഇന്റർനാഷണൽ പൊളിറ്റിക്സ് പഠിക്കാനോ മറ്റോ അത് അതിനെ വിട്ടിരുന്നു. കാരണം ഈ BJP അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പൊ ഇദ്ദേഹത്തെയും അങ്ങനെ വിടുമ്പോൾ അതിനർത്ഥം അവർക്കൊരു ലക്ഷ്യമുണ്ട്, മറ്റെന്തോ ഒരു ലക്ഷ്യമുണ്ട്. അതൊന്നും. രണ്ടാമത്തേത്, അദ്ദേഹം അവിടുന്ന് വന്നതിന് ശേഷം നേരെ പോയത് മറ്റേ ഈ ജാർഖണ്ഡില്, ഉത്തരാഖണ്ഡില് നമ്മുടെ ഈ രജനീകാന്ത് ഒക്കെ പോകുന്ന ഒരു ആശ്രമം ഉണ്ടല്ലോ ധനുഷ്, ബാബാജിയുടെ അവിടുത്തെ കേവ്. ബാബാജിയുടെ കേവ്, ബാബാജിയുടെ കേവിലാണ് പോയത്. ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ കാണുമ്പോൾ ഒരു ഒരു ഭക്തി മാർഗമാണെങ്കിൽ ഇതിന് നാഷണൽ ഒപ്പം തന്നെ ലോക്കലി പൊളിറ്റിക്സുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒപ്പം തന്നെ ഉം. 2019 മുതൽ തന്നെ മോദി തുടങ്ങി വെച്ചൊരു വലിയ കാര്യമുണ്ട്. അതായത് മധുര ടു കാശി എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് കാശിയിലെയും ഉം. നമ്മുടെ രാമേശ്വരത്തെയും ഒക്കെ കൂടെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു കാശി ഉം. സംഗമം, കാശി മധുര സംഗമം, അങ്ങനെ ഒരു തമിഴ് സംഗമം, കാശി തമിഴ് സംഗമം, അത് വലിയ ഉം. രീതിയിൽ തന്നെ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടു. തമിഴ്നാടിന്റെ കാര്യങ്ങൾ പറയാത്ത ഒരു പ്രസംഗം പോലും അദ്ദേഹത്തിൻ്റെതില്ല. തിരുക്കുറളിന്റെ ഒക്കെ 2 അതെ. വരി പറയാതെ അദ്ദേഹം പ്രസംഗം അവസാനിപ്പിക്കാറില്ല. തമിഴ്നാടിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാഴ്ചയാണ്. പൊങ്കലൊക്കെ ഉം. പ്രധാനമന്ത്രി ഉം. നരേന്ദ്രമോദി എൽ മുരുകനുമായിട്ട് ആഘോഷിക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ ആ യെസ്. രീതിയിലേക്ക് വരുന്നു. എനിക്ക് തോന്നുന്നത് 2023-24 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറ്റവും കൂടുതൽ വിസിറ്റ് ചെയ്ത ഒരു സംസ്ഥാനമായിരുന്നു തമിഴ്നാട്. ഈ അവസരത്തിലും അദ്ദേഹം കൃത്യമായി തന്നെ BJP അവരുടെ തനി നിറം ഇല്ലെങ്കിൽ തനി പൊളിറ്റിക്സ് തമിഴ്നാട്ടിൽ അവർ കാണിക്കുന്നുണ്ടായിരുന്നു. അതായത് ഒരു ഭാഗത്ത് DMKയും മറുഭാഗത്ത് ADMKയും കൃത്യമായി തന്നെ തുല്യ അളവിൽ നിർത്തിക്കൊണ്ടാണ് ഇവർ പോകുന്നത്. നമ്മൾ BJP കുറിച്ച് പലപ്പോഴും പറയാറുണ്ട്, ഇവർക്ക് ചില സംസ്ഥാനങ്ങളിൽ ഭാര്യയുമുണ്ട് കാമുകിയുമുണ്ട്, രണ്ടുപേരെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു പാർട്ടിയാണെന്ന് നമ്മൾ ഇവരെ തമാശയ്ക്ക് പറയാറുണ്ട്. അത് പ്രത്യേകിച്ച് ആന്ധ്രയിലൊക്കെ നോക്കുകയാണെങ്കിൽ YSR കോൺഗ്രസ് ഉണ്ട്, TDPയും ഉണ്ട്. ഈ രണ്ടെണ്ണത്തിനെയും സമരസപ്പെടുത്തി കൊണ്ടുപോകും. ഒറീസയിലേക്ക് വരുമ്പോഴത്തേന് അവർക്ക് BDS പ്രതിപക്ഷത്താണെങ്കിൽ അവരും ഇവരുടെ കൂടെ തന്നെയാണ്. അങ്ങനെയാണ് ഇവരുടെ ഒരു പൊളിറ്റിക്സ് പോകുന്നത്. കാരണം ഇവിടെ അത്തരത്തിലേക്ക് മുൻപോട്ട് പോകുന്നു. ഇപ്പോൾ 2026 ആകുമ്പോഴേക്കും BJP ADMK സഖ്യം തമിഴ്നാട്ടിലേക്ക് വരുന്നു. അവർ ഒന്നിച്ചു നിന്ന് കഴിഞ്ഞാൽ വലിയ അത്ഭുതങ്ങൾ തന്നെ സൃഷ്ടിക്കുമെന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന സർവേകൾ കാണുന്നത്. അതിന് പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ധനുഷ് സൂചിപ്പിച്ചതുപോലെ DMKയുടെ ഒരു എന്താണ് ജനവികാരം, DMKക്കെതിരെ ഒരു വലിയ ജനവികാരം ഉയരുന്നു. പ്രത്യേകിച്ച് ഈ ഉദയനിധി സ്റ്റാലിനെ മുഖ്യമന്ത്രിക്ക് പകരം കൊണ്ടുവരുന്നു എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു വിഷയം. രണ്ടാമത്തെ കാര്യം, സ്റ്റാലിന് അനാരോഗ്യമുണ്ട്. ഇനി ഇവിടെ ഒന്നും എൻട്രി ചെയ്യാത്ത ഒരാളുണ്ട്, ആ ഒരു ആളെ വെച്ചിട്ടൊരു കളി ചിലപ്പോൾ മോദി നടത്തിക്കൂടുന്നില്ല. ഇനി DMKക്കാണ് ഭൂരിപക്ഷം കിട്ടുന്നെങ്കിൽ അത് കനിമൊഴിയാണ്. കനിമൊഴി എന്തുകൊണ്ടും തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയാകാൻ യോഗ്യയാണ്. കാരണം കനിമൊഴിയോട് തമിഴ് മക്കൾക്ക് പ്രത്യേക ഒരു സ്നേഹം കൂടിയുണ്ട്. അവരൊരു കവിയത്രയാണ്, അവർക്ക് കുറച്ചുകൂടി ഒരു കലാബോധമുണ്ട്. ചിലപ്പം കനിമൊഴി എൻട്രി ചെയ്തു എന്ന് വരാം. ഒരുപക്ഷെ DMKയിൽ ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം DMKക്ക് ഭരിക്കാൻ ഒരു ഭൂരിപക്ഷം കിട്ടുകയോ ഇല്ലെങ്കിൽ അതിനടുത്ത് വരികയോ ചെയ്യുകയോ, ഇല്ലെങ്കിൽ ഒരു ചെറിയ ക്ലാഷ് പോലെ വരികയാണെങ്കിൽ സ്വാഭാവികമായി തന്നെ കനിമൊഴി അവിടെ എൻട്രി ചെയ്യാം. കാരണം വളരെ അടുത്ത ബന്ധമാണ് ഈ വിഭാഗങ്ങളൊക്കെ ആയിട്ട് നരേന്ദ്രമോദി പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കണ്ടതാണ്. ഇപ്പൊ ഈ സർവകക്ഷി സംഘത്തിലൊക്കെ കനിമൊഴിക്ക് ഒരു പ്രധാന റോളാണ് അതിൽ കൊണ്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു പൊളിറ്റിക്സ് ഒരു ഭാഗത്ത് നടക്കുന്നത്. ഇത് ADMKക്ക് നന്നായിട്ട് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അവിടെയാണ് ഇതിന്റെ ഒരു പൊളിറ്റിക്സ് പോകുന്നത്. കാരണം BJP ചെയ്തിരിക്കുന്ന പണി, ഇപ്പൊ ADMKയുടെ കൂടെ അവർ നിൽക്കുന്നു, തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. ആ തെരഞ്ഞെടുപ്പ് ഇവർക്ക് എങ്ങനെയെങ്കിലും തമിഴ്നാടിന്റെ ഭരണത്തിന്റെ ഒരു ഭാഗമായേ പറ്റൂ. കാരണം എങ്കിൽ മാത്രമേ ഇവർക്ക് തമിഴ്നാട്ടിലേക്ക് പിടിച്ചു കയറണമെങ്കിൽ അതിന്റെ ഭാഗമായേ പറ്റൂ. ഈ ഒരു സാഹചര്യത്തിൽ അവർ എന്ത് കളിക്കും അവർ തയ്യാറാകും. ഇപ്പൊ ADMKയുടെ കൂടെ ആണെങ്കിൽ ഒരുപക്ഷെ DMK ഭരിക്കാൻ കുറച്ച് സീറ്റുകളുടെ കുറവും BJPക്ക് കുറച്ച് സീറ്റുകളും ഉണ്ടെങ്കിൽ ഒരുപക്ഷെ അവിടെ അവർ കനിമൊഴിയെ പ്ലേസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം അവരുടെ ഇടയിൽ, ഈ DMKക്കിടയിൽ സ്റ്റാലിൻ ഉദയനിധി സ്റ്റാലിൻ വരുന്നതിനോട് എതിർപ്പുള്ള ഒരു വിഭാഗമുണ്ട്. അവിടത്തേക്ക് അങ്ങനെ ഒരു സാധ്യതകൾ നിലനിൽക്കുന്നു. അങ്ങനെ ഒരുപാട് സാധ്യതകൾ അവിടെ നിലനിൽക്കുന്നു. ഇനി നമുക്ക് വിജയുടെ കാര്യത്തിലേക്ക് വരാം. വിജയ് വിചാരിച്ചതുപോലെ ഒന്നുമല്ല ഇന്ത്യൻ രാഷ്ട്രീയം, തമിഴ്നാട് രാഷ്ട്രീയം എന്ന് വിജയ്ക്ക് ഇപ്പോൾ ഏകദേശം മനസ്സിലായി കാണും. ഇതിനേക്കാൾ കൊട്ടും കുരവോ ആർപ്പുവിളിയോടും കൂടി വന്ന ആളാണ് ക്യാപ്റ്റൻ. ആ ക്യാപ്റ്റന്റെ പാർട്ടി ഈ തെരഞ്ഞെടുപ്പോട് കൂടി തന്നെ ഇല്ലാതാകുമെന്നുള്ളതാണ്. പക്ഷെ ക്യാപ്റ്റൻ അവിടെ പ്രതിപക്ഷമായിരുന്നു. 21 സീറ്റൊക്കെ നേടി തമിഴ്നാട്ടിൽ പ്രതിപക്ഷമായിരുന്നു കേട്ടോ. അദ്ദേഹത്തിന്റെ ആദ്യ വന്ന സമയത്തൊക്കെ പ്രതിപക്ഷമായിട്ടുണ്ട് അദ്ദേഹം ഇപ്പൊ അദ്ദേഹവും ഇല്ലല്ലോ, മരിച്ചുപോയി. അതെ, ക്യാപ്റ്റനെ സംബന്ധിച്ച് അപ്പോ പറയുമ്പോൾ ക്യാപ്റ്റൻ ശക്തമായിട്ട് ജയലളിതയ്ക്കെതിരെ ശക്തമായിട്ട് നിന്ന ഒരു വ്യക്തിയല്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് സത്യമാണെന്ന് അറിഞ്ഞൂടെ എനിക്ക്. പിന്നെ ഞാൻ ചോദിക്കുന്നതേ ഉള്ളൂ. വ്യക്തി ജീവിതത്തിലൊന്നും അങ്ങനെ കയറി ഇടപെടുന്നത് ശരിയല്ല. കാരണം ഈ ക്യാപ്റ്റനെ ഈ DMK നിരന്തരം ആക്രമിച്ചുകൊണ്ടിരുന്നത് പുള്ളി ഭയങ്കര മദ്യപാനിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ വടിവേലും ഒക്കെ പുള്ളി നമുക്കുള്ള ക്യാപ്റ്റൻ കപ്പലിലാണ് ഉള്ളത്, പക്ഷേ വെള്ളത്തിന്റെ മേളിൽ കിടക്കുന്ന ഒരു ക്യാപ്റ്റനാണ് അവിടെ ഉള്ളത് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ നിരന്തരം കടന്നാക്രമിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഈ ക്യാപ്റ്റന്റെ മരണത്തോടുകൂടെ വടിവേലുവിനെ ഭയങ്കരമായിട്ട് ഈ വിഷ്വൽ വീണ്ടും എടുത്തിട്ടിട്ട് വിമർശിക്കുകയായിരുന്നു തമിഴ്നാട്ടുകാർ. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു മദ്യപാന ശീലമാണ് അദ്ദേഹത്തിനെ ഇത്തരത്തിലുള്ള ഒരു ഡൗൺഫോളിലേക്ക് കൊണ്ടെത്തിച്ചതെന്ന് പറയുന്നുണ്ട്. എനിക്കറിയില്ല അതിനെക്കുറിച്ച്.
അല്ല, അങ്ങനെയാണ്, അങ്ങനെ കേട്ടിട്ടുണ്ട്. അതിന്റെ ഒരു രോഗം, കരൾ രോഗമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അത് പലര് പറഞ്ഞിട്ടും അദ്ദേഹം അത് കേട്ടിരുന്നില്ല എന്നാണ്. പിന്നീട് ഈ പാർട്ടിയുടെ ഒക്കെ അധികാരം അവരുടെ വൈഫ് ഏറ്റെടുക്കുകയായിരുന്നു. വൈഫ് വന്നതോടെ ഈ അണികൾ ഒരു വലിയ വിഭാഗം പാർട്ടിയിൽ നിന്ന് വിട്ടുപോയി. കാരണം വൈഫ് കുറച്ചുകൂടെ സ്ട്രോങ് ആണ്. സ്ട്രോങ് എന്ന് മാത്രമല്ല, അവർക്ക് അവരുടേതായ ചില എന്താ കാര്യങ്ങൾ കൂടിയുണ്ട്. ഈ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രത്തിനകത്ത് മറ്റ് നമ്മള് കുറച്ചു നാൾ മുമ്പ് മറന്നുപോയ കുറച്ച് പേരോടുണ്ട്. അവരൂടെ കടന്നു വന്നാലേ ഇത് പൂർത്തിയാകത്തുള്ളൂ. അതിലൊന്ന് ശശികലയും TTV ദിനകരനുമാണ്. ശശികലയും അനന്തരവനുമാണ്. അവർ കൂടി വന്നാലേ ഇത് പിക്ചർ പൂർത്തിയാകത്തുള്ളൂ. കാരണം അവരും അവിടെ ചെറുതല്ലാത്ത സ്വാധീനം ചില പോക്കറ്റുകളിലൊക്കെ ചെലുത്തുന്ന ഒരു ആൾക്കാർ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തമിഴ്നാട്ടിൽ ഒരു കൃത്യമായ പിക്ചർ കിട്ടും. ശശികലയ്ക്കും TTV ദിനകരനും ഉള്ള ആ ഒരു ഗ്യാങ്ങിന് ഇനി തമിഴ്നാട് സ്കോപ്പ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. AIADMKയുടെ നിലനിൽപ്പ് എന്താണെന്നുള്ളതാണ്. വിജയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇനി സിനിമയിലോട്ട് വീണ്ടും തിരിച്ചു പോകണോ അതോ പൊളിറ്റിക്സുമായിട്ട് മുമ്പോട്ട് നിൽക്കണമോ എന്നാണ്. വിജയ് വന്നപ്പോഴെന്താണ് 2026 മുഖ്യമന്ത്രി എന്നാണ് പറഞ്ഞിട്ടാണ് വിജയ് അവതരിപ്പിക്കുന്നത് തന്നെ സ്റ്റാർട്ടിങ്ങിൽ. അതായത് 2026 മുഖ്യമന്ത്രിയാണ് ഇളയ ദളപതി എന്നാണ് പറഞ്ഞിരുന്നത്. ഇന്നിപ്പോ ഇളയ ദളപതിയുടെ പാർട്ടിയിലേക്ക് പോകാൻ പോലും ആളില്ല. എന്തിന്? SDPIക്കാര് പോലും പോയില്ല എന്നുള്ളതാണ്. കാരണം AIADMK BJPയുടെ സഖ്യം ചേർന്നപ്പോ AIADMK മുന്നണിക്കകത്തുണ്ടായിരുന്ന SDPIക്കാർ നേരെ പോയത് DMK-ലോട്ടാണ്. കാരണം അത്യാവശ്യം സ്വാധീനമുണ്ട് SDPIക്ക് തമിഴ്നാട്ടിൽ. മുസ്ലിം ലീഗിനും ഈ SDPIക്കൊക്കെ സ്വാധീനമുള്ള പോക്കറ്റുകളുണ്ട്. അവര് പോലും ഈ വിജയുടെ മുന്നണിയിലേക്ക് പോകാൻ തയ്യാറായില്ല എന്നുള്ളതാണ് വളരെ വിചിത്രമായ ഒരു കാര്യം. അതായത് ആ തമിഴ്നാട് രാഷ്ട്രീയം വിജയിയെ ഒരു വലിയ കാര്യമായി കാണുന്നില്ല. പക്ഷെ വിജയ് വോട്ട് പിടിക്കും, യൂത്തിന്റെ ഒക്കെ ഒരു വോട്ട് പിടിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ വിജയ് പിടിക്കുന്ന വോട്ട് ഒരു ക്രിസ്ത്യൻ മൈനോറിറ്റിയുടെ വോട്ടാണ് പിടിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലും. ഇതാണ് DMK-യിലെ സ്റ്റാലിനെ ടെൻഷൻ അടിപ്പിക്കുന്ന ഒരു കാര്യം. അപ്പൊ സ്റ്റാലിനെതിരെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അവിടുത്തെ ജനവികാരം. രണ്ട്, വോട്ടിംഗ് പാറ്റേണിലെ ഒരു ചെറിയ വോട്ടെങ്കിലും വിജയ് ചോർത്തുമോ എന്നൊരു ഭയം. മൂന്നാമത്തെ കാര്യം, BJP AIADMK ഇപ്പോഴത്തെ കണക്ക് വെച്ചാണെങ്കിൽ അവർ ഒന്നിച്ചു നിന്ന് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ അവർക്ക് ജയിച്ചു കയറാമെന്നുള്ള കാര്യം. നാലാമത്തേത് DMK പാർട്ടിക്കുള്ളിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ, കലാപങ്ങൾ. ഈ ഇത്രയും കാര്യങ്ങളാണ് DMK-ക്കുള്ള ഒരു ബലഹീനതയായിട്ട് ഞാൻ കാണുന്നത്. നേരെ മറിച്ച് ഇപ്പുറത്തേക്ക് വരുമ്പോൾ AIADMK എന്ന് പറഞ്ഞാൽ അവർക്ക് മുന്നോട്ട് പോകണമെങ്കിൽ BJPയുടെ സഹായമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം അവർക്കൊരു നല്ല ലീഡർഷിപ്പ് ഇല്ല. അവർക്ക് നരേന്ദ്രമോദിയെയും അമിത്ഷായെയും പ്രത്യേകിച്ച് അമിത്ഷായെ ഉയർത്തി കാണിച്ചില്ലെങ്കിലും നരേന്ദ്രമോദി ഉയർത്തി കാണിച്ച് മാത്രമേ ഈ തെരഞ്ഞെടുപ്പിലേക്ക് അവർക്ക് മുൻപോട്ട് പോകാൻ കഴിയൂ. രണ്ടാമത്തെ കാര്യം, ഫണ്ടിന്റെ വലിയ അഭാവം AIADMK നേരിടുന്നുണ്ട്. ഭരണത്തിലില്ല, പഴയ കണക്ക് ജയലളിതയില്ല, ഫണ്ട് കിട്ടുന്നില്ല. ഈ ഒരു സാഹചര്യമുണ്ട്. അപ്പൊ സ്വാഭാവികമായും പൈസ ഇറക്കാൻ BJPയുടെ കയ്യിലേ ഉള്ളൂ. അതുകൊണ്ട് അവരെ നമ്പിപ്പിടിച്ച് മുമ്പോട്ട് പോയാലേ കാര്യങ്ങൾ മുമ്പോട്ട് പോവുള്ളൂ. അതും അവർക്കറിയാൻ പറ്റും. ഈ മൂന്നാമത്തെ വിജയുടെ കാര്യം എന്ന് വെച്ചാൽ, വിജയ് സിനിമയിൽ നിന്നുണ്ടാക്കിയ പൈസ ഏതാണ്ടൊക്കെ പകുതി കൂടുതലും രാഷ്ട്രീയത്തിൽ മുടക്കി കഴിച്ചിരിക്കുകയാണ്. ഇനി അദ്ദേഹം ഇത് മുടക്കാൻ തയ്യാറാകുമോ എന്നുള്ളതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേ അറിയാൻ കഴിയും. ഏതായാലും BJP ഇതിനകത്ത് ഒരൊറ്റ പാർട്ടി മാത്രമേ ഹാപ്പി ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ഉള്ളൂ ഈ തെരഞ്ഞെടുപ്പിൽ. അത് BJP ആണ്. കാരണം അവരെ സംബന്ധിച്ച് ഈ 4 സീറ്റിൽ നിന്ന് 5 സീറ്റായാലും 10 സീറ്റായാലും അവർ ഹാപ്പിയാണ്. പക്ഷെ അവർ നോക്കുന്ന ഒരു കാര്യം, എങ്ങനെയും ഏത് വിധേനയും ഭരണത്തിൽ പങ്കാളികളാകുക എന്നത് തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ നിർണായകമാകുന്നു തമിഴ്നാട് രാഷ്ട്രീയം. ഈ ഒരു തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും തമിഴ്നാട് രാഷ്ട്രീയത്തിലെ എനിക്ക് തോന്നുന്നത് ആ കടുകട്ടി ദ്രാവിഡ പൊളിറ്റിക്സ് അയഞ്ഞു തുടങ്ങും. പകരം ഈ പുതിയൊരു തലമുറയോടെ വരുന്നുണ്ടല്ലോ തമിഴ്നാട്ടില്, അവരെ സംബന്ധിച്ച് ഹിന്ദി വിരുദ്ധ സമരമൊന്നും അവിടെ ഏൽക്കാറില്ല. കാരണം അവരൊക്കെ CBSE സ്കൂളിൽ പഠിക്കുന്നതും പുറം രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നതുമാണ്. അവർക്കൊന്നും ഹിന്ദി വിരുദ്ധത അവിടെ ഒന്നും ഏൽക്കില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും സ്വാഭാവികമായി തന്നെ തമിഴ്നാട്ടിലൊരു ചെറിയ ചലനം ഉണ്ടാകും. അവിടെ തമിഴ്നാട്ടില് BJP കുറഞ്ഞത് 10-ന് മുകളിൽ സീറ്റ് നേടുകയോ ഇല്ലെങ്കിൽ ഒരു 20 സീറ്റോളം നേടുകയോ ചെയ്താൽ തമിഴ്നാട് പൊളിറ്റിക്സ് ഭയങ്കര മാറ്റം ഉണ്ടാകും. കാരണം കോൺഗ്രസ് കയറിയതുപോലെ അല്ല BJP കയറുന്നത്. അവരെ സംബന്ധിച്ച് ഒരു ചെറിയ ഒരു എന്താണ് സൂചി കയറ്റാനുള്ള ഒരു വിടവ് കിട്ടിക്കഴിഞ്ഞാൽ അവരത് വഴി തൂമ്പ മാത്രമല്ല ഒട്ടകത്തെ വരെ കയറ്റുന്നവരാണ് അവര്. അപ്പൊ അവരെ സംബന്ധിച്ച് അവർ ചെറിയ എൻട്രി വന്നു കഴിഞ്ഞാൽ എങ്ങനെ കയറണമെന്ന് അവർക്ക് നന്നായി അറിയാം. കാരണം നമ്മൾ കണ്ടതാണ് ഈ എൽമുരുകനെ കൊണ്ട് അവര് കറക്റ്റായിട്ട് ഹിന്ദുത്വ പൊളിറ്റിക്സിലേക്ക് അത് എങ്ങനെ എത്തി എന്നുള്ളത്. ദ്രാവിഡ പൊളിറ്റിക്സും ഹിന്ദുത്വ പൊളിറ്റിക്സും കൂടെ എങ്ങനെ ഒന്നിച്ചു കൊണ്ടുപോയി നമ്മൾ കണ്ടതാണ്. അതൊക്കെ അവർക്ക് കൃത്യമായിട്ട് തന്നെ ഓപ്പറേറ്റ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ അവർക്ക് അറിയാം. താങ്ക് യു ബിജു ചേട്ടാ.